ഹലോ ഗായ്സ്, നമുക്കിതൊരു സാധനം ഉണ്ടാക്കിയാലോ? അതും ഒരു തട്ടിക്കൂട്ട് കൊത്തു പൊറോട്ട. നോട്ട് ദ പോയിന്റ്, തട്ടിക്കൂട്ടാണേ. ഫസ്റ്റ് നമുക്ക് ആ പാത്രത്തിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിഞ്ഞിട്ട് നേരെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കടുകിട്ട് ആ കടു ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഉള്ളി ഇട്ട് വഴറ്റിയെടുക്കാം. അതൊന്ന് കളറൊക്കെ മാറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, അതിപ്പോൾ ഞാൻ കാണിച്ചിട്ടില്ല എന്നത്, അതുപോലെ കുറച്ച് മസാലാസ് എല്ലാം കൂടെ ആഡ് ചെയ്യാവേ. എന്തൊക്കെ മസാലാസ് ഇടുമെന്നും ഞാൻ കാണിച്ചിട്ടില്ല. നോർമലി ഇടുമ്പോലെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മസാല, അത് മാത്രമേ ഇടുന്നുള്ളൂ. അതെല്ലാം ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി, അതായത് ഉള്ളി ചെറുതായിട്ടൊന്ന് പച്ചമണം മാറി ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കുറുകി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് സോസ് ഒഴിച്ചു കൊടുക്കാവേ. നേരത്തെ ഒഴിച്ചാലൊന്ന് ആലോചിച്ചാൽ പിന്നെ ഒഴിക്കാം. ഇങ്ങനെ സോസും കൂടെ ഒന്ന് ഇതായി ജസ്റ്റ് എല്ലാം ഒന്ന് വറ്റി വരുമ്പോഴത്തേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ചിരിക്കാം. അതാണ് നമ്മൾ മുട്ട എല്ലാം ചിക്കി കഴിഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കണം പൊറോട്ട അതിനകത്ത് എടുത്തിട്ടേക്കാം. ഇനി നമ്മുടെ ലാസ്റ്റ് പരിപാടിയാണ്. ഇനി അതിനകത്ത് അതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് ഇളക്കി സെറ്റാക്കി എടുക്കാവേ. കഴിഞ്ഞു. ഇനി നമ്മളുടെ അതെല്ലാം പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടേ. ഇനി നമ്മൾ കഴിക്കാൻ പോവാന്നേ. ബൈ ടാ.